നമസ്കാരം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്, അതിലെ വൈൽഡ് ലൈഫ് എന്ന് പറയുന്ന സബ് ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചു വരുന്നത്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിനോടകം പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ ദേശീയ പാർക്ക്, വന്യജീവി സങ്കേതങ്ങൾ, പക്ഷി സങ്കേതങ്ങൾ, കടുവാ സങ്കേതങ്ങൾ, കമ്മ്യൂണിറ്റി റിസർവ് അതുപോലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഒറ്റ ക്ലാസ്സിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ക്ലാസ്സിന് അല്പം ദൈർഘ്യം കൂടുതലാണ്. പക്ഷേ ക്ഷമയോടുകൂടി ഇത് കേൾക്കാൻ വേണ്ടി തയ്യാറായാൽ ഈ പരീക്ഷയ്ക്ക് വരുന്ന വിലപ്പെട്ട 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. സമയം കളയാതെ നമുക്ക് ക്ലാസ്സിനകത്തോട്ട് പോവാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. കേരളത്തിൽ എത്ര ദേശീയ പാർക്കുകൾ, നാഷണൽ പാർക്ക് എത്ര എണ്ണം ഉണ്ട് എന്ന് ചോദിക്കുന്നു. നമ്മൾ 6 എന്ന് പറയും, 5 എന്നും പറയും. 6 എന്ന് പറയുമ്പോൾ അതിനകത്ത് പെരിയാറിനെ കൂടി ദേശീയ പാർക്കായിട്ട് കണ്ടുകൊണ്ടാണ് നമ്മൾ ഉത്തരം പറഞ്ഞത്. പെരിയാറിനെ ഒഴിവാക്കിയാണ് പറയുന്നതെങ്കിൽ നമ്മൾ 5 എന്ന് പറയും. കുറേ കാലമായിട്ട് PSC പരീക്ഷ നടക്കുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് PSC പറഞ്ഞതെല്ലാം ഈ പറഞ്ഞ 5 എന്നുള്ള രീതിയിലാണ്. പെരിയാറിനെ ദേശീയ പാർക്കായി പരിഗണിച്ചുകൊണ്ടൊരു ചോദ്യമൊന്നും ഇത്രയും നാൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് തൽക്കാലം പെരിയാറിനെ മാറ്റി വെച്ചുകൊണ്ട് കേരളത്തിൽ 5 ദേശീയ പാർക്കുകളുണ്ട് എന്ന് എടുക്കാം. ആ 5 ദേശീയ പാർക്കുകളിൽ നിങ്ങൾക്കറിയാം 4 ദേശീയ പാർക്കുകളും വരുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്, അല്ലെ? 5 ദേശീയ പാർക്കുകൾ ഉണ്ട് എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 ദേശീയ പാർക്കുകളും വരുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. ഏതൊക്കെയാണ് ആ 4 ദേശീയ പാർക്കുകൾ? ഒന്ന് ഇരവികുളം, വേറൊന്ന് മതികെട്ടാൻ ചോല, വേറൊന്ന് ആനമുടി ചോല, വേറൊന്ന് പാമ്പാടും ചോല, അല്ലെ? ഈ 4 ദേശീയ പാർക്കുകളും വരുന്നത് എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടുക്കിക്ക് പുറത്ത് ഒരു ദേശീയ പാർക്കാണുള്ളത്. അത് പാലക്കാട് ജില്ലയിലെ ഏത്? സൈലന്റ് വാലി നാഷണൽ പാർക്കാണ്, അല്ലെ? സൈലന്റ് വാലി നാഷണൽ പാർക്ക്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകൾ ഉള്ളത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ്. 4 ദേശീയ പാർക്കുകളാണ്. അതുപോലെ അവിടെ വേറൊരു ചോദ്യം കൂടി നിങ്ങൾ പ്രതീക്ഷിക്കണം. ഏറ്റവും കൂടുതൽ ദേശീയ പാർക്കുകളുള്ള താലൂക്ക് ഏതെന്ന് ചോദിക്കും. ഏറ്റവും കൂടുതൽ ദേശീയ പാർക്കുള്ള താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള ഒരു താലൂക്കാണ് ദേവികുളം താലൂക്ക്. ദേവികുളം താലൂക്ക്. ഈ ഇരവികുളം നാഷണൽ പാർക്ക് വരുന്നത്, ആനമുടി ചോല നാഷണൽ പാർക്ക് വരുന്നത്, പാമ്പാടും ചോല നാഷണൽ പാർക്ക് വരുന്നത്, ഇത് 3ഉം വരുന്നത് ഈ പറഞ്ഞ ദേവികുളം എന്ന് പറയുന്ന താലൂക്കിലാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള താലൂക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ദേവികുളം താലൂക്കാണ്. ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്തുള്ള ഏക നാഷണൽ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് സൈലന്റ് വാലി പാലക്കാട് ജില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്ക് നിലവിൽ വന്നത് ഏത് കൊല്ലമാണ്? 1978-ലാണ്, അല്ലെ? ഇരവികുളത്തെ ദേശീയ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത് 1978 ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന അവസരത്തിൽ 1978 നേരത്തെ ഒരു വന്യജീവി സങ്കേതമായിരുന്ന ഇരവികുളത്തെ ദേശീയ പാർക്കായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് ഏത് താലൂക്കിലാണ്? നമ്മൾ പഠിച്ചു. ഏത് താലൂക്കിലാണ്? ദേവികുളം താലൂക്കിലാണ്. ഇരവികുളത്തെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, കേരളത്തിലെ ദേശീയ പാർക്കുകളിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ പാർക്കാണ്. കേരളത്തിലെ ദേശീയ പാർക്കുകളിൽ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ പാർക്കാണ് ഇരവികുളം. നിങ്ങൾക്കറിയാം, ആനമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഈ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയ പാർക്കിലാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരവികുളം ദേശീയ പാർക്കിലാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയ പാർക്കാണ് ഇരവികുളം, അല്ലെ? ഇരവികുളത്ത് സംരക്ഷിക്കപ്പെടുന്ന ജീവിവർഗം ഏതാണ്? ഇരവികുളത്ത് പ്രധാനമായിട്ടും സംരക്ഷിക്കപ്പെടുന്ന ജീവിവർഗം ഏതെന്ന് ചോദിച്ചാൽ അത് നീലഗിരി താറാണ്. നീലഗിരി താർ ശാസ്ത്രീയ നാമം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് ആണ് ഈ പറഞ്ഞ നീലഗിരി താറിന്റെ
ശാസ്ത്രീയ നാമം നീലഗിരി താർ അഥവാ വരയാട് അല്ലെ. വരയാട് എന്ന് പറയുമ്പോൾ അത് കുളമ്പുള്ള ഒരു ജീവിയാണ്, കുളമ്പുള്ള ഒരു ജീവിയാണ്. പശ്ചിമഘട്ടത്തിലെ തദ്ദേശീയ ഇനമായിട്ടുള്ള ഏക കുളമ്പുള്ള ജീവിവർഗം അൺഗുലേറ്റ് ആനിമൽ എന്ന് പറയും. ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? അത് വരയാടാണ്. നമ്മൾ നേരത്തെ അത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ കുളമ്പുള്ള ജീവിവർഗമാണ് ഏത്? നീലഗിരി താർ അഥവാ വരയാട്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ഏക കുളമ്പുള്ള ജീവിവർഗം എന്ന് ചോദിച്ചാൽ അത് നീലഗിരി താർ അഥവാ വരയാടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി അവിടെ ഓർത്തു വയ്ക്കണം. രാജമല. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് രാജമല. അവിടെയാണ് വലിയ തോതിൽ കൂട്ടം കൂട്ടമായിട്ട് നമുക്ക് ഏതിനെ കാണാനായിട്ട് പറ്റുന്നത്? ഈ പറഞ്ഞ വരയാടുകളെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ രാജമല എന്ന് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, ഇരവികുളം ദേശീയ പാർക്കിനകത്തുള്ള ഒരു ഭാഗം തന്നെയാണ് ഏത്? രാജമല. അപ്പോൾ അവിടെയാണ് ഈ പറഞ്ഞ വരയാടുകൾ ഇരവികുളം നാഷണൽ പാർക്കിൽ കൂട്ടമായിട്ട് കാണാനായിട്ട് പറ്റുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ നീലക്കുറിഞ്ഞികളെ ധാരാളമായിട്ട് കാണാനും പറ്റുന്നത്. ഇരവികുളം വരയാടുകൾ മാത്രമല്ല, ഈ നീലക്കുറിഞ്ഞിക്കും വളരെ പേര് കേട്ട ഒരു ദേശീയ ഉദ്യാനം കൂടിയാണ് ഇരവികുളം. വരയാടുകളെ കൂട്ടമായിട്ട് കാണാൻ പറ്റുന്ന, ഒരുപാട് നീലക്കുറിഞ്ഞികളെയൊക്കെ കാണാൻ പറ്റുന്ന ഇരവികുളം ദേശീയ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഏത്? രാജമല എന്ന് ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ശ്രദ്ധിക്കേണ്ടത് വരയാടുകൾ അല്ലെ. വരയാടുകളുടെ പ്രജനന കാലം ഏത് എന്ന് ചോദിക്കും. വരയാടുകളുടെ പ്രജനന കാലം ഏത് എന്ന് ചോദിച്ചാൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് വരയാടുകളുടെ പ്രജനന കാലം. ആ സമയത്ത് ഇരവികുളം നാഷണൽ പാർക്കിലോട്ട് സഞ്ചാരികളെ എന്ത് ചെയ്യാറുണ്ട്? നിയന്ത്രിക്കാറുണ്ട്. അപ്പൊ വരയാടുകളുടെ പ്രജനന കാലം ഏതെന്ന് ചോദിച്ചാൽ ഫെബ്രുവരി മാർച്ച് മാസമാണ്. വരയാടുകളുടെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് 3 വർഷം മുതൽ 3.5 വർഷം വരെയാണ്. അപ്പൊ വരയാടുകളുടെ ആയുർദൈർഘ്യമാണ് 3 മുതൽ 3.5 വർഷം എന്നുള്ളത് ഓർത്തു വെക്കുക. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. വരയാടുകളുടെ ഗർഭകാലഘട്ടം എത്ര ദിവസമാണ് എന്ന് ചോദിച്ചാൽ അത് 180 ദിവസമാണ് എന്ന് കൂടി ഓർത്തു വയ്ക്കുക. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. വരയാടുകളുടെ സജീവമായിട്ടുള്ള മേച്ചൽ സമയം, വരയാടുകളുടെ സജീവമായിട്ടുള്ള മേയൽ, അതായത് തീറ്റ എടുക്കുന്ന സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമാണ്. വരയാടുകൾ സജീവമായിട്ട് തീറ്റ എടുക്കുന്ന സമയം, മേയുന്ന സമയം ഏതെന്ന് ചോദിച്ചാൽ രാവിലെയും ഉച്ചയ്ക്ക് ശേഷവുമാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. അതും പരീക്ഷയ്ക്ക് പോയിന്റ് ആയിട്ട് പ്രസ്താവന രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, കേരളത്തിലെ വരയാടുകളെ ഈ പറഞ്ഞ ഇടുക്കിയിൽ മാത്രമല്ല മറ്റു ചില ഭാഗങ്ങളിലും കാണുന്നുണ്ട്. വരയാടുകളെ ഇരവികുളം ഭാഗത്തല്ലാതെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ പൊന്മുടിയാണ്. പൊന്മുടി എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഇടുക്കിയിൽ മാത്രമുള്ള ജീവിവർഗമൊന്നുമല്ല വരയാട്. തമിഴ്നാട്ടിലും ഈ പറഞ്ഞ വരയാടുകളുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് വരയാടുകൾ പ്രധാനമായിട്ടും ഉള്ളത്. ഇടുക്കി ജില്ലയ്ക്ക് പുറത്ത് പ്രധാനമായിട്ടും കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് പൊന്മുടിയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, നീലക്കുറിഞ്ഞിക്കും പേര് കേട്ട ഒരു ദേശീയ ഉദ്യാനമാണ് ഏത്? ഇരവികുളം. ഇരവികുളം. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ചില കാര്യങ്ങളിലോട്ട് വരാം. കേരളത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനം അല്ലെ. എന്താണ് കാർബൺ നെഗറ്റീവ് എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനമാണ് ഏത്? ഇരവികുളം. നമുക്കറിയാവുന്ന ഒരു പോയിന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ വികലാംഗ സൗഹൃദ ദേശീയ ഉദ്യാനം ഏതെന്ന് ചോദിച്ചാലും ഇരവികുളമാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനമാണ്, വികലാംഗ സൗഹൃദ ദേശീയ ഉദ്യാനമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലക്കം വെള്ളച്ചാട്ടം ഏത് ദേശീയ ഉദ്യാനത്തിന്റെ ഭാഗമാണ് എന്ന് ചോദിച്ചാൽ ഇരവികുളം ദേശീയ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഏതുള്ളത്? ലക്കം വെള്ളച്ചാട്ടം ഉള്ളത്. നമ്മൾ അതുവഴി പോകുമ്പോഴത്തേക്കും നമുക്ക് റോഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. ഏതാണ്? ലക്കം വെള്ളച്ചാട്ടം. അപ്പൊ ആ കാര്യം അവിടെ ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 2025 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഒരു പുരസ്കാരം നൽകി. ഏറ്റവും മികച്ച ദേശീയ പാർക്കുകൾക്ക് കൊടുക്കുന്ന പുരസ്കാരം, ഏറ്റവും മികച്ച ദേശീയ പാർക്കുകൾക്കുള്ള പുരസ്കാരം. അതിൽ 1ാം സ്ഥാനം 2 ദേശീയ പാർക്കുകൾക്കായിരുന്നു.
ഒന്ന് കാശ്മീരിലുള്ള ഡെച്ചിങ്കാം ദേശീയ പാർക്ക്, മറ്റൊന്ന് ഏതാണ് ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയ പാർക്ക്. അപ്പോൾ 2025 കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ഏറ്റവും മികച്ച ദേശീയ പാർക്കിനുള്ള പുരസ്കാരം കാശ്മീരിലെ ഡെച്ചിങ്കാം നാഷണൽ പാർക്കിനോടൊപ്പം നേടിയത് കേരളത്തിലെ ഏത് ദേശീയ ഉദ്യാനമാണ് എന്ന് ചോദിച്ചാൽ അതും ഏതാണ്? ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. ശരി, അപ്പൊ അത് അത്ര അവിടെ ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. അടുത്ത ഒരു നാഷണൽ പാർക്കിലോട്ട്, സൈലന്റ് വാലി നാഷണൽ പാർക്ക് അല്ലെ. സൈലന്റ് വാലി നമുക്കറിയാം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലുള്ള ദേശീയ പാർക്കാണ്. പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്ക് എന്ന് കൂടി ഓർത്തോണം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലുള്ള ദേശീയ പാർക്കാണ് സൈലന്റ് വാലി. 1984 ഇത് ദേശീയ പാർക്കായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നത്. ആ സമയത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇന്ദിരാഗാന്ധിയാണ് അല്ലെ. 1984 തന്നെയാണ് അവര് വധിക്കപ്പെടുന്നത്. പിന്നീട് 1985 ഈ സൈലന്റ് വാലി ദേശീയ പാർക്ക് ഉദ്ഘാടനം ചെയ്തത് ആര് എന്ന് ചോദിക്കുമ്പോൾ ആ സമയത്ത് ഇന്ദിരാഗാന്ധി ഇല്ലല്ലോ, പിന്നെ ആരാണ്? രാജീവ് ഗാന്ധിയാണ് അല്ലെ. അപ്പൊ ഇരവികുളം ദേശീയ പാർക്കായിട്ട് പ്രഖ്യാപിക്കുമ്പോഴും സൈലന്റ് വാലി ദേശീയ പാർക്കായിട്ട് പ്രഖ്യാപിക്കുമ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഇന്ദിരാഗാന്ധിയാണ്. പക്ഷെ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. സൈലന്റ് വാലി ദേശീയ പാർക്ക് ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് എന്ന് ചോദിക്കുമ്പോൾ തെറ്റിപ്പോകരുത്, അതാരാണ്? രാജീവ് ഗാന്ധിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സൈലന്റ് വാലി ദേശീയ പാർക്ക്. സൈലന്റ് വാലി ദേശീയ പാർക്ക് എന്ന് പറയുന്നത് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംരക്ഷിത പ്രദേശമാണ്. വളരെ വിശാലമായിട്ടുള്ള ഒരു സംരക്ഷിത പ്രദേശമാണ്. കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലുമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വളരെ വിശാലമായിട്ടുള്ള ഒരു സംരക്ഷിത പ്രദേശമാണ് ഏത്? ബയോസ്ഫിയർ റിസർവ്, നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ദേശീയ പാർക്ക് ഏത് എന്ന് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അത് ഏത് ദേശീയ പാർക്കാണ്? അത് ഈ പറഞ്ഞ സൈലന്റ് വാലി ദേശീയ പാർക്കാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് സൈലന്റ് വാലി ദേശീയ പാർക്കാണ്. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ പാർക്ക് ഏത് എന്ന് ചോദിച്ചാലും അതേതാണ്? സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി പ്രദേശം എന്ന് പറയുന്നത് വളരെ പഴക്കം ചെന്ന ഭൂപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പശ്ചിമഘട്ടം പൊതുവിൽ എങ്ങനെയാണ്? ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശമാണ്. ആ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമാണ് ഈ പറഞ്ഞ സൈലന്റ് വാലിയും ഒക്കെ അല്ലെ. അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന ഭൂപ്രദേശമാണ് ഈ പറഞ്ഞ സൈലന്റ് വാലി വനമേഖല. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ പാർക്കാണ് ഏത്? സൈലന്റ് വാലി എന്ന് ഓർത്തു വയ്ക്കണം. കേരളത്തിലുള്ള ദേശീയ പാർക്കുകളുടെ കാര്യം എടുത്താലും ഇന്ത്യയിലെ മറ്റ് ദേശീയ പാർക്കുകളുടെ കാര്യം എടുത്താലും ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയ പാർക്കാണ് ഏത്? സൈലന്റ് വാലി എന്നുള്ളത് ഓർത്തു വയ്ക്കുക, ജൈവ വൈവിധ്യം. ഇനി അത് കഴിഞ്ഞിട്ട് അത് ഉഷ്ണമേഖലാ നിത്യഹരിത വനമാണെന്ന് പഠിച്ചിട്ടുണ്ട്. സൈലന്റ് വാലി എന്ന് പറയുന്നത് ഉഷ്ണമേഖലാ നിത്യഹരിത വനപ്രദേശമാണെന്ന് പഠിച്ചിട്ടുണ്ട്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെ നമ്മൾ തരംതിരിച്ച് പഠിച്ചതാണ്. അവയെ പൊതുവെ പറയുന്നത് മഴക്കാട് എന്നാണ്. എങ്ങനെയാണ്? മഴക്കാട്. അപ്പോൾ സൈലന്റ് വാലി ഏത് തരത്തിലുള്ള വനപ്രദേശമാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. അത് ഉഷ്ണമേഖല നിത്യഹരിത വനമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളെയാണ് നമ്മൾ മഴക്കാടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ മഴക്കാട് ഏതാണ് എന്ന് ചോദിച്ചാൽ അതേതാണ്? സൈലന്റ് വാലി. ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടാണ് ആമസോൺ വനങ്ങൾ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തിലെ മഴക്കാടാണ് ഏത്? സൈലന്റ് വാലി. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ഏക കന്യാവനം എന്ന് പറയും. സൈലന്റ് വാലിയുടെ ഏറ്റവും ഉള്ളിലുള്ള ഭാഗത്തൊന്നും ഈ പറഞ്ഞ ഇതുവരെ മനുഷ്യ സ്പർശമേക്കാത്ത ഈ പറഞ്ഞ സ്ഥലങ്ങൾ വരെ ഉണ്ട്. അപ്പൊ കേരളത്തിലെ ഏക കന്യാവനം എന്ന് ഏതിന് വിളിക്കും? സൈലന്റ് വാലിയെ വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം നിങ്ങൾക്ക് അറിയാം, സൈലന്റ് വാലി എന്നാണ് പേര് അല്ലെ. സൈലന്റ് വാലി, നിശബ്ദ താഴ്വര. എന്തുകൊണ്ടാണ് നിശബ്ദം? അവിടെ ചീവീടുകളില്ല അല്ലെ. ഒരുപാട് ശബ്ദം ഉണ്ടാക്കുന്ന ഒരു ഷ്രിൽ സൗണ്ട് അല്ലെ, ചെവി തുളയ്ക്കുന്ന ഈ പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുന്ന ചീവീടുകളുടെ സാന്നിധ്യം എവിടെയില്ല? സൈലന്റ് വാലി പ്രദേശത്തില്ല. സാധാരണ കാടുകളിൽ ഇങ്ങനെയുള്ള ജീവികൾ ധാരാളം കാണും, പക്ഷെ ഈ പറഞ്ഞ ചീവീടുകൾ എവിടെയില്ല? സൈലന്റ് വാലി പ്രദേശത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഇതിന് സൈലന്റ് വാലി എന്നുള്ള പേര് കിട്ടിയത്.
ആ പേരിന് പിന്നിൽ ഒരാളുണ്ട്, റോബർട്ട് റൈറ്റ്. സൈലന്റ് വാലിക്ക് ആ പേര് നൽകിയത് ആരെ എന്ന് ചോദിച്ചാൽ റോബർട്ട് റൈറ്റ് എന്ന് പറയുന്ന ആളാണ്. എന്താണ് പ്രധാനപ്പെട്ട കാരണം? ചീവീടുകളുടെ സാന്നിധ്യം ഇല്ല, അല്ലെ? ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം കൂടി ഓർത്തു വയ്ക്കണം. സൈരന്ധ്രി വനം, സൈരന്ധ്രി വനം, അല്ലെ? മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമുണ്ട്, ദ്രൗപദി അഥവാ പാഞ്ചാലി. അവരുമായി ബന്ധപ്പെട്ട് അവരുടെ പേര് സൈരന്ധ്രി. സൈരന്ധ്രി വനം എന്നറിയപ്പെടുന്ന ഏതാണ് ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാണ്? സൈലന്റ് വാലിയാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇരവികുളത്ത് പ്രധാനമായിട്ടും സംരക്ഷിക്കപ്പെടുന്ന ജീവി അത് വരയാടാണ് എന്ന് പറഞ്ഞു. അതുപോലെ സൈലന്റ് വാലി പ്രദേശത്ത് സംരക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ജീവി ഏതെന്ന് ചോദിച്ചാൽ അത് സിംഹവാലൻ കുരങ്ങുകളാണ്. ഏതാണ്? സിംഹവാലൻ കുരങ്ങുകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ജീവിയും സൈലന്റ് വാലി ഭാഗത്തുണ്ട്, അതാണ് മലബാർ ജയന്റ് സ്ക്വിറൽ. മലബാർ ജയന്റ് സ്ക്വിറൽ, അല്ലെ? സിംഹവാലൻ കുരങ്ങുകളെ കുറിച്ചും മലബാർ ജയന്റ് സ്ക്വിറൽ അല്ലെങ്കിൽ മലബാർ ഭീമൻ അണ്ണാന്മാരെ കുറിച്ചുമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ജീവിയാണ് സിംഹവാലൻ കുരങ്ങ്. അതുപോലെ മറ്റൊരു ജീവിയുണ്ട് മലബാർ ജയന്റ് സ്ക്വിറൽ. അതിന്റെ സാന്നിധ്യമൊക്കെ എവിടെയുണ്ട്? സൈലന്റ് വാലിയിൽ ഉണ്ട്, അല്ലെ? ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സിംഹവാലൻ കുരങ്ങുകൾ. അത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന ജീവിവർഗമാണ്. പശ്ചിമഘട്ടത്തിലെ ഒരു എൻഡമിക് സ്പീഷീസ് ആണ് സിംഹവാലൻ കുരങ്ങുകൾ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മലബാർ ജയന്റ് സ്ക്വിറൽ, മലബാർ ജയന്റ് സ്ക്വിറൽ പേര് കേൾക്കുമ്പോഴേ തന്നെ അറിയാം അതും എവിടെ മാത്രമേ ഉള്ളൂ? പശ്ചിമഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പോൾ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് സ്പീഷീസിന് ഉദാഹരണമാണ് സിംഹവാലൻ കുരങ്ങുകളും മലബാർ ജയന്റ് സ്ക്വിറലും, അല്ലെ? പശ്ചിമഘട്ടത്തിലെ മറ്റൊരു എൻഡമിക് സ്പീഷീസ് ആണ് വരയാട് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അതുപോലെ തന്നെ നീലഗിരി മാർട്ടൻ, അതുപോലെ കരിങ്കുരങ്ങ്, ഇതൊക്കെ നീലഗിരി ലങ്കൂർ, ഇതൊക്കെ ഈ പറഞ്ഞ പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള എൻഡമിക് സ്പീഷീസ് ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് സിംഹവാലൻ കുരങ്ങുകളുടെ കാര്യം പറയുമ്പോൾ അവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ പഠിക്കാറുണ്ട്. എന്താണ്? വെടിപ്ലാവ്, അല്ലെ? സിംഹവാലൻ കുരങ്ങുകൾ പശ്ചിമഘട്ടത്തിൽ സൈലന്റ് വാലി പ്രദേശത്ത് കാണുന്നു. സിംഹവാലൻ കുരങ്ങുകളുടെ നിലനിൽപ്പിന് കാരണമായിട്ടുള്ള ഒരു വൃക്ഷമാണ് ഈ പറഞ്ഞ വെടിപ്ലാവുകൾ. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സിംഹവാലൻ കുരങ്ങുകൾ ഈ പറഞ്ഞ പട്ടിണി കിടക്കാതെ ഈ പറഞ്ഞ സൈലന്റ് വാലി പ്രദേശത്ത് നിലനിന്നു പോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. വെടിപ്ലാവ്, അല്ലെ? ആ വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം ഒന്ന് മനസ്സിലാക്കി വെക്കണം. കല്ലേനിയ എക്സാറിലെറ്റസ്. കല്ലേനിയ എക്സാറിലെറ്റസ് എന്നുള്ളതാണ് വെടിപ്ലാവിന്റെ ശാസ്ത്രീയ നാമം. അതേസമയം മക്കാക്ക സെലനസ് എന്നുള്ളതാണ് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. വീണ്ടും ഒന്നുകൂടി പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അതൊരു റിവിഷൻ കൂടി ആകട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാവുന്ന കാര്യമാണ് സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയാണ്. അതേസമയം സൈലന്റ് വാലിക്കുള്ളിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴയാണ്. അതാണ് കൂടുതലും ചോദിക്കുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ്. സൈലന്റ് വാലി വനപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് തൂതപ്പുഴയാണ്. ഒരു കാലത്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പാത്രക്കടവ് ജലവൈദ്യുതി ഏത് ഈ പറഞ്ഞ നദിയിലാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നു. കുന്തിപ്പുഴ വളരെ വിവാദമായിട്ടുള്ള ഒരു ജലവൈദ്യുത പദ്ധതിയായിരുന്നു പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി. അത് ഈ പറഞ്ഞ കുന്തിപ്പുഴയിൽ നിർമ്മിക്കാനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. പിന്നീട് ആ ശ്രമം ഉപേക്ഷിച്ചു. ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭത്തെ തുടർന്ന് ആ ശ്രമം ഉപേക്ഷിച്ചു. അപ്പൊ അത് പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി. ശരി, അത് കുന്തിപ്പുഴയിലായിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം, അതായത് വേറൊരു ദേശീയ പാർക്കിലോട്ട് വരാം. മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല ദേശീയ പാർക്ക്, അല്ലെ? ഇതിപ്പോ ചോല എന്ന് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. നമ്മൾ പറഞ്ഞു സൈലന്റ് വാലി എന്ന് പറയുന്നത് ഉഷ്ണമേഖല നിത്യഹരിത വനമാണ്. അതേസമയം ഇരവികുളം എന്ന് പറയുമ്പോൾ കുറ്റിക്കാടിന് ഉദാഹരണമാണ്. അപ്പൊ അതിന് നമ്മൾ പൊതുവെ പറയുന്നത് ചോല വനങ്ങൾ എന്നുള്ളതാണ്. ചോല വനങ്ങൾ എന്ന് പറയും. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ കാര്യമൊക്കെ പറയുമ്പോൾ പൊതുവെ അതിനെ കുറ്റിക്കാടുകൾ എന്ന് പറയുമെങ്കിൽ ഈ പറഞ്ഞ ദക്ഷിണ ഭാഗത്ത് തമിഴ്നാട് കേരള ഭാഗങ്ങളിൽ അത് പൊതുവെ അറിയപ്പെടുന്നത് ഈ പറഞ്ഞ ചോല വനങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ മതികെട്ടാൻ ചോല എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ ഇനി ആനമുടി ചോല, പാമ്പാടും ചോല, അതുപോലെ തന്നെ ഇരവികുളം ഒക്കെ കുറ്റിക്കാടുകൾക്ക് ഉദാഹരണമാണ്. അവിടുത്തെ വനം ആ ടൈപ്പിൽ വരുന്നതാണ്. അപ്പോൾ മതികെട്ടാൻ ചോല ദേശീയ പാർക്ക്.
മതികെട്ടാൻ ചോല ദേശീയ പാർക്ക് വരുന്നത് 2003-ലാണ്. മതികെട്ടാൻ ചോല ദേശീയ പാർക്ക് ഏത് താലൂക്കിലെന്ന് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം നിങ്ങൾ എപ്പോഴും ദേവികുളം എന്ന് എഴുതാനാണ് സാധ്യത കൂടുതൽ. പക്ഷെ മതികെട്ടാൻ ചോല ദേശീയ പാർക്ക് വരുന്നത് എവിടെയല്ല? ദേവികുളം താലൂക്കിലല്ല, അത് ഉടുമ്പൻചോല താലൂക്കിലാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിലുള്ള ദേശീയ പാർക്ക് ഏത് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ പെട്ടുപോകും. ഉടുമ്പൻചോല താലൂക്കിലുള്ള ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മതികെട്ടാൻ ചോലയാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. മതികെട്ടാൻ ചോല അല്ലെ. അപ്പൊ ഉടുമ്പൻചോല താലൂക്കിൽ പൂപ്പാറ വില്ലേജിലാണ് ഏത്? മതികെട്ടാൻ ചോല ദേശീയ പാർക്ക്. അത് വന്നത് 2003-ലാണ്. ജസ്റ്റ് അത്രയും മാത്രം അവിടെ ഓർത്താൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് ആനമുടിച്ചോല ദേശീയ പാർക്ക്, അത് വന്നത് ഏത് കൊല്ലമെന്ന് ചോദിച്ചാൽ 2003. ഇതെല്ലാം വരുന്നത് 2003 തന്നെ. 2003 അത് ഏത് താലൂക്കിലാണ്? നിങ്ങൾക്കറിയാം, അത് ദേവികുളം താലൂക്കിലാണ്. മതികെട്ടാൻ ചോല മാത്രമാണ് ഇടുക്കി ജില്ലയിലുള്ളത്. എവിടെ വരുന്നത്? ഉടുമ്പൻചോല താലൂക്കിൽ വരുന്നത്. ബാക്കി ഇടുക്കി ജില്ലയിലുള്ള 3 ദേശീയ പാർക്കുകളും വരുന്നത് ഏത് താലൂക്കിലാണ്? ദേവികുളം താലൂക്കിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പാമ്പാടും ചോല ദേശീയ പാർക്കും വരുന്നത് 2003-ലാണ്, ദേവികുളം താലൂക്കിലാണ്. അവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പാമ്പാടും ചോലയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം പാമ്പാടും ചോല. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏതാണ്? അത് ഇരവികുളമാണ് അല്ലെ. ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഇരവികുളം. ഏറ്റവും ചെറിയ ദേശീയ ഉദ്യാനം ഏതാണ്? പാമ്പാടും ചോല. ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന ദേശീയ പാർക്ക് ദിവസം നോക്കുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന ദേശീയ പാർക്ക്. എല്ലാം വന്നത് 2003-ലാണ്. പക്ഷെ അതിൽ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ നിലവിൽ വന്നത് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പാമ്പാടും ചോല ദേശീയ പാർക്കാണ്. അവിടെ ഒരു കാര്യം കൂടി ഓർക്കുക, നീലഗിരി മാർട്ടൻ എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിലുള്ള ഒരിനം മരനായയാണെന്ന് പഠിച്ചിട്ടുണ്ട്, മരപ്പട്ടിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. ആ നീലഗിരി മാർട്ടനെയൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു ഈ പറഞ്ഞ ഇടുക്കി ജില്ലയിലെ ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ പാമ്പാടും ചോലയാണ്. ഈ അടുത്ത കാലത്ത് ഈ പാമ്പാടും ചോല ദേശീയ പാർക്കിൽ 3 ഈ നീലഗിരി മാർട്ടൻ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പടം ഉണ്ടായിരുന്നു. വളരെ കൗതുകമായിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. സാധാരണഗതിയിൽ ഈ പറഞ്ഞ നീലഗിരി മാർട്ടൻ എന്ന് പറയുന്ന ജീവി ഒറ്റയ്ക്ക് കഴിയുന്ന ജീവിയാണ്, ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ജീവി എന്നൊക്കെയാണ് കൺസെപ്റ്റ്. പക്ഷെ 3 എണ്ണം ഒരുമിച്ച് നിൽക്കുന്ന ഒരു പടം എന്ന് പറയുന്നത് വളരെ കൗതുകമായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന ധാരണകളെ തിരുത്തുന്ന ഒരു പടമായിരുന്നു. ആ പറഞ്ഞ പടം കിട്ടിയത് ഈ പറഞ്ഞ പാമ്പാടും ചോല നാഷണൽ പാർക്കിൽ നിന്നാണ്. അതുകൊണ്ട് നീലഗിരി മാർട്ടന്റെ സാന്നിധ്യമുള്ള ദേശീയ പാർക്കാണ് പാമ്പാടും ചോല എന്നുകൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ദേശീയ പാർക്കുകളുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞത്. ഞാൻ ഒരുപാട് കാര്യങ്ങളിലോട്ട് വന്നില്ല. നിങ്ങൾക്ക് പൊതുവെ പരിചയമുള്ള ഒരു കാര്യമാണ്. ഒരു റിവിഷൻ ആയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. പുതുതായിട്ട് ഇവിടെ പറയാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി അത് കഴിഞ്ഞിട്ട് വന്യജീവി സങ്കേതങ്ങളിലോട്ട് വരാം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ളത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ദേശീയ പാർക്കുകൾ എവിടെയാണ്? ഇടുക്കി ജില്ലയിൽ എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ വന്യജീവി സങ്കേതങ്ങൾ ഏറ്റവും കൂടുതലുള്ളതും എവിടെ തന്നെയാണ്? ഇടുക്കി ജില്ലയിലാണ്. 4 ദേശീയ പാർക്കുകളാണ് ഇടുക്കി ജില്ലയിൽ ഉള്ളത്. അതുപോലെ തന്നെ 4 വന്യജീവി സങ്കേതങ്ങളാണ് ഇടുക്കി ജില്ലയിലുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് പെരിയാർ വന്യജീവി സങ്കേതം, ഇടുക്കി വന്യജീവി സങ്കേതം, ചിന്നാർ വന്യജീവി സങ്കേതം, കുറിഞ്ഞുമല എന്നിങ്ങനെ 4 ഈ പറഞ്ഞ വന്യജീവി സങ്കേതങ്ങൾ എവിടെയുണ്ട്? ഇടുക്കി ജില്ലയിലുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വന്യജീവി സങ്കേതങ്ങളുടെ കാര്യം പറയുമ്പോൾ കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ആറളം വന്യജീവി സങ്കേതമാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതം. അതേസമയം കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് നെയ്യാറാണ് അല്ലെ. നെയ്യാർ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് തിരുവനന്തപുരത്താണ്. ആറളം വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞാൽ എവിടെയാണ്? നിങ്ങൾക്കറിയാം, അത് കണ്ണൂരാണ്. ആറളം വന്യജീവി സങ്കേതം ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് കണ്ണൂരാണ്.
അതേസമയം നെയ്യാറ് ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. അതായത് കാസർഗോഡ് വന്യജീവി സങ്കേതമൊന്നുമില്ല അല്ലെ. കണ്ണൂരിനപ്പുറത്ത് കാസർഗോഡ് വന്യജീവി സങ്കേതമൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിൽ കിടക്കട്ടെ. അപ്പോൾ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ആറളം വന്യജീവി സങ്കേതം, ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം അത് നെയ്യാറാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് നെയ്യാർ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ. തിരുവനന്തപുരം ജില്ലയിൽ വേറൊരു വന്യജീവി സങ്കേതമുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പേപ്പാറ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ്. നെയ്യാർ തിരുവനന്തപുരം ജില്ലയിലാണ്, പേപ്പാറ തിരുവനന്തപുരം ജില്ലയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു വന്യജീവി സങ്കേതം ശെന്തുരുണി വന്യജീവി സങ്കേതം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ശെന്തുരുണി വന്യജീവി സങ്കേതം. ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? നിങ്ങൾക്കറിയാം, ശെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി വന്യജീവി സങ്കേതം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ശെന്തുരുണി എന്ന് പറഞ്ഞാൽ ചെങ്കുറിഞ്ഞി, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നീലക്കുറിഞ്ഞി അതിൻ്റെ ഈ പറഞ്ഞ വിഭാഗത്തിൽ വരുന്ന മറ്റൊരു സസ്യമാണ് ഏത്? ചെങ്കുറിഞ്ഞി അല്ലെ. അപ്പൊ ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം അല്ലെ, ഒരു വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് കൊല്ലം ജില്ലയിലെ ശെന്തുരുണി വന്യജീവി സങ്കേതം എന്ന് പഠിച്ചിട്ടുണ്ട്. ശെന്തുരുണി എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്. അതിന്റെ ശാസ്ത്രീയ നാമമാണ് ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ശെന്തുരുണി എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമമാണ്. അപ്പൊ ശെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം ജില്ല, അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശമാണ് തെന്മല എക്കോ ടൂറിസം കേന്ദ്രം അല്ലെ. കേരളത്തിലെ ആദ്യത്തെ എക്കോ ടൂറിസം കേന്ദ്രം തെന്മലയിലാണ് എന്ന് നിങ്ങൾക്ക് അറിയാം, കൊല്ലം ജില്ല അല്ലെ. അപ്പോൾ തെന്മല എക്കോ ടൂറിസം കേന്ദ്രം ഈ പറഞ്ഞ ശെന്തുരുണി വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശത്താണ്. അത് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ശെന്തുരുണി വന്യജീവി സങ്കേതം ഏത് ജില്ല? അത് കൊല്ലം ജില്ല. ശെന്തുരുണിയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. ഇനി വേറൊരു കാര്യം കൂടി അവിടെ ശ്രദ്ധിച്ചു വെക്കണം. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളവുമായി ബന്ധമുള്ള 2 ബയോസ്ഫിയർ റിസർവുകളാണ് ഉള്ളത്. ഒന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവ്, അതിൻ്റെ ബാക്കി ഭാഗം തമിഴ്നാട്ടിലാണ്, കുറച്ച് ഭാഗം കേരളത്തിലാണ്. അതുപോലെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്, അതിൻ്റെ കുറച്ച് ഭാഗം കേരളത്തിലാണ്, കുറച്ച് ഭാഗം എവിടെയാണ്? കുറച്ച് ഭാഗം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, കേരളത്തിൽ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കും. ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഒരെണ്ണമല്ല 3 എണ്ണമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ നെയ്യാറ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പേപ്പാറ, പിന്നെ അത് കഴിഞ്ഞിട്ട് ശെന്തുരുണി. ഈ 3 വന്യജീവി സങ്കേതങ്ങളും അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ്. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കണം. പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പെരിയാർ വന്യജീവി സങ്കേതം നിങ്ങൾക്കറിയാം, അത് ഇടുക്കി ജില്ലയിലും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു ഈ പറഞ്ഞ വന്യജീവി സങ്കേതമാണ് അല്ലെ. അത് പെരിയാർ എന്ന് പറയുന്നത് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു വന്യജീവി സങ്കേതമാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. കൂടുതലും എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. 1934 തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്താണ് ഈ പറഞ്ഞ വന്യജീവി സങ്കേതം വരുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ട്, ആ മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ആ ഭാഗത്ത് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ഒരു വന്യജീവി സങ്കേതമാണ് ഈ പറഞ്ഞത് പെരിയാർ വന്യജീവി സങ്കേതം. പക്ഷെ 1934 അത് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പേര് അങ്ങനെയല്ലായിരുന്നു, നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി നമ്മൾ ഇന്ന് കേൾക്കുന്നത് പോലെ പെരിയാർ വന്യജീവി സങ്കേതമായിട്ട് മാറുന്നത് 1950-ലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം, കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം പണ്ട് നെല്ലിക്കാംപെട്ടി വന്യജീവി സങ്കേതം അല്ലെങ്കിൽ നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി എന്നറിയപ്പെട്ടിരുന്നത് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. വേറൊരു കാര്യം കൂടി ഓർത്തോണം, തേക്കടി വന്യജീവി സങ്കേതം എന്ന് വിളിക്കുന്നതും ഏതിനെ തന്നെയാണ്? പെരിയാറിനെയാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തെ തേക്കടി വന്യജീവി സങ്കേതമെന്നും വിളിക്കും എന്നുള്ളത് ഓർത്ത് വയ്ക്കണം.
ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ഓർക്കാനുള്ളത്, ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രദേശത്തുള്ള തീർത്ഥാടന കേന്ദ്രം, അതാണ് ഈ പറഞ്ഞ മംഗളാദേവി ക്ഷേത്രം. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറിൽ വരുന്ന അല്പം ഈ പറഞ്ഞ തർക്കങ്ങളൊക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. മംഗളാദേവി ക്ഷേത്രം ഏത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ് എന്ന് ചോദിച്ചാൽ പെരിയാറിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ് ഏത്? മംഗളാദേവി ക്ഷേത്രം. മംഗളാദേവി ക്ഷേത്രം അല്ലെ? അപ്പൊ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലുള്ള മറ്റൊരു വന്യജീവി സങ്കേതമാണ് ഏത്? ഇടുക്കി വന്യജീവി സങ്കേതം. വേറൊരു കാര്യം അവിടെ പ്രത്യേകിച്ച് പഠിക്കാനായിട്ടില്ല. പക്ഷെ ഈ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ പ്രദേശത്ത് 3 അണക്കെട്ടുകളുണ്ട്. അതാണ് ഇടുക്കി അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, കുളമാവ് അണക്കെട്ട്. ഇടുക്കി, ചെറുതോണി, കുളമാവ് അണക്കെട്ടുകൾ വരുന്നത് ഈ പറഞ്ഞ ഇടുക്കി വന്യജീവി സങ്കേതത്തിന്റെ പ്രദേശത്താണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ആനമുടി വരുന്നത് ഇരവികുളം നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ്. ലക്കം വെള്ളച്ചാട്ടം ഇരവികുളം ദേശീയ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ്. രാജമല ഹിൽ സ്റ്റേഷൻ ഇരവികുളം ദേശീയ പാർക്കിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്താണ്. അതുപോലെ ഈ പറഞ്ഞ ഇടുക്കി അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, കുളമാവ് അണക്കെട്ട് ഒക്കെ ഉൾക്കൊള്ളുന്നത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് എന്ന് ചോദിച്ചാൽ ഇടുക്കി വന്യജീവി സങ്കേതത്തിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കുറിഞ്ഞിമല വന്യജീവി സങ്കേതം. നമുക്കറിയാം, ഒരു സസ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം വന്ന വന്യജീവി സങ്കേതമാണ് ഏത്? കുറിഞ്ഞിമല അല്ലെ? കുറിഞ്ഞിമല എന്തിനു വേണ്ടിയിട്ടാണ്? നീലക്കുറിഞ്ഞികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് വന്ന ഒരു വന്യജീവി സങ്കേതമാണ് കുറിഞ്ഞിമല എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതം എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതം പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം. ചിന്നാർ എന്ന് പറയുന്ന പ്രദേശം അതൊരു മഴനിഴൽ പ്രദേശമാണെന്നറിയാമോ? കേരളത്തിലെ ഏക മഴനിഴൽ പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ ഇടുക്കി ജില്ലയിലുള്ള ചിന്നാറാണ് കേരളത്തിലെ ഏക മഴനിഴൽ പ്രദേശം. ഇപ്പോൾ മഴ പെയ്യും എന്ന് തോന്നും, പക്ഷെ മഴ പെയ്യത്തില്ല. അങ്ങനെ ഒരു സ്ഥലമാണ് ഏത്? ചിന്നാർ എന്ന് പറയുന്ന സ്ഥലം. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ടത് ചാമ്പൽ മലയണ്ണാൻ. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ. ചാമ്പൽ മലയണ്ണാൻ, നക്ഷത്ര ആമകൾ, ഇവയ്ക്ക് പേര് കേട്ട ഈ പറഞ്ഞ വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ചിന്നാറാണ്. അതേതാണ്? ചിന്നാറാണ്. ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ചിമ്മിണി വന്യജീവി സങ്കേതം, പീച്ചി വാഴാനി വന്യജീവി സങ്കേതം എന്നിവ ഏത് ജില്ലയിലാണ്? ചിമ്മിണി വന്യജീവി സങ്കേതം, പീച്ചി വാഴാനി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, അത് തൃശ്ശൂർ ജില്ലയിലാണ് അല്ലെ? ചിമ്മിണി, പീച്ചി വാഴാനി വന്യജീവി സങ്കേതങ്ങൾ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ ജില്ല. അവിടെ വേറെ കാര്യങ്ങളൊന്നും തൽക്കാലം പഠിക്കാനായിട്ടില്ല. ഇനി അത് കഴിഞ്ഞിട്ട് പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാം, അത് പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതമുള്ളത് അല്ലെ? വേറൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലാണ് വന്യജീവി സങ്കേതമെങ്കിലും അതിൻ്റെ പ്രവേശന കവാടം, അതിലോട്ട് പ്രവേശിക്കാൻ നമ്മൾ തമിഴ്നാട്ടിൽ കൂടി വരേണ്ടി വരും. അപ്പോൾ തമിഴ്നാട്ടിൽ കൂടി പ്രവേശനം സാധ്യമാകുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? പറമ്പിക്കുളം വന്യജീവി സങ്കേതം. പിന്നെ അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം, ലോകത്തിലെ ഏറ്റവും വലിയ തേക്കുമരം, ഏറ്റവും വലിയ തേക്കുമരമുള്ളത് എവിടെയാണ്? ഈ പറഞ്ഞ പറമ്പിക്കുളത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തേക്കുമരമാണ് ഏത്? കന്നിമരം എന്നാണ് പറയുന്നത്. അത് ഏത് വന്യജീവി സങ്കേതത്തിലാണ് എന്ന് ചോദിച്ചാൽ പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. കന്നിമരം അല്ലെ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തേക്ക് മരങ്ങൾ എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ നിലമ്പൂർ എന്ന് പറയും. പക്ഷേ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം ഏത് വന്യജീവി സങ്കേതത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് പറമ്പിക്കുളത്താണ് എന്ന് ഓർക്കുക. അതിൻ്റെ പേരാണ് കന്നിമരം അല്ലെ? അപ്പൊ പാലക്കാട് ജില്ലയിലാണ് പറമ്പിക്കുളം എന്ന് പറഞ്ഞു. പാലക്കാട് ജില്ലയിലുള്ള മറ്റൊരു വന്യജീവി സങ്കേതത്തിലോട്ട് വരാം. ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്. ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം പാലക്കാട്. അവിടെ വേറൊരു ചോദ്യം കൂടി ചോദിക്കും. കെ നീലകണ്ഠൻ.
കെ നീലകണ്ഠൻ അറിയപ്പെടുന്ന ഒരു പക്ഷി നിരീക്ഷകനാണ്. ആര്? കെ നീലകണ്ഠൻ അല്ലെ. അപ്പൊ കെ നീലകണ്ഠൻ പക്ഷി നിരീക്ഷകൻ, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. ആരുടെ പേരിൽ അറിയപ്പെടുന്നു? കെ നീലകണ്ഠന്റെ പേരിൽ അറിയപ്പെടുന്നു. അതാണ് അയാളുടെ ശരിക്കുള്ള പേര്. പക്ഷെ അദ്ദേഹത്തിന് ഒരു തൂലികാനാമമുണ്ട്, അതാണ് ഇന്ദുചൂടൻ. ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ കെ നീലകണ്ഠനാണ്. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു ഈ പറഞ്ഞ വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലുണ്ട്, അതാണ് ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലെ ചൂളന്നൂരാണ് എന്ന് പറയണം. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഇനി അത് കഴിഞ്ഞിട്ട് കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്: കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന വന്യജീവി സങ്കേതം ഏത്? കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ കരിമ്പുഴ വന്യജീവി സങ്കേതമാണ്. അത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ വന്ന വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. അത് ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ മലപ്പുറം ജില്ലയിലാണ് എന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് തെറ്റിപ്പോകരുത്, മലബാർ വന്യജീവി സങ്കേതം. മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് എന്ന് ചോദിക്കും. നമുക്ക് എഴുതാനുള്ള ടെൻഡൻസി മലപ്പുറം എന്നായിരിക്കും, അല്ല കോഴിക്കോട് ജില്ലയിലാണ്. മലബാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അതിൽ ഈ പറഞ്ഞ ആ മലബാർ വന്യജീവി സങ്കേതത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് കക്കയം. ആ ഭാഗത്ത് ഈ പറഞ്ഞ് കാണപ്പെടുന്ന ഒരു അപൂർവ ഇനത്തിൽപ്പെട്ട തവളകളുണ്ട്. ഏതാണ്? റീഡ് തവളകൾ അല്ലെ. അപൂർവ ഇനത്തിൽപ്പെട്ട റീഡ് തവളകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ മലബാർ വന്യജീവി സങ്കേതം. അതിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലം ഏതാണ്? കക്കയം. അതേസമയം നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട വന്യജീവി സങ്കേതം ഏതാണ്? അത് ചിന്നാറ് അല്ലെ. ചാമ്പൽ, മലയണ്ണാൻ ഇതിനൊക്കെ പേര് കേട്ട ഈ പറഞ്ഞ വന്യജീവി സങ്കേതമാണ് ഏത്? ചിന്നാറ്. അതേസമയം മലബാർ വന്യജീവി സങ്കേതം റീഡ് തവളകൾക്ക് പേര് കേട്ട വന്യജീവി സങ്കേതമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വയനാട് വന്യജീവി സങ്കേതം. നമുക്കറിയാം, ആനകൾക്ക് വേണ്ടിയിട്ടുള്ള, ആനകളാണ് ഇവിടുത്തെ പ്രത്യേകമായിട്ട് സംരക്ഷിക്കപ്പെടുന്ന ജീവി. വയനാട് വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത ജീവി ഏത് എന്ന് ചോദിച്ചാൽ അത് ആനകളാണ് അല്ലെ, ആനയാണ്. ഇനി വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുമ്പോൾ അത് രണ്ട് ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് പേര് പ്രത്യേകം പറയും. തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്ന് പറയാറുണ്ട്, മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് പറയാറുണ്ട്. ഇതിനെ രണ്ടിനെയും കൂടെ ചേർത്ത് കളക്റ്റീവായിട്ടാണ് നമ്മൾ വയനാട് വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അപ്പോൾ വയനാട് വന്യജീവി സങ്കേതം ഒറ്റ പ്രദേശത്തായിട്ടല്ല കിടക്കുന്നത്, രണ്ട് ഭാഗത്തായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഒരു ഭാഗം തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടും, വേറൊന്ന് ഈ പറഞ്ഞ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്ന് അറിയപ്പെടും. പക്ഷേ ഇതിന് രണ്ടിനെയും കൂടെ പൊതുവെ പറയുന്നതാണ് ഏത്? വയനാട് വന്യജീവി സങ്കേതം. ഇനി അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ: നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ഏത്? നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള ദേശീയ പാർക്ക് ഏത് എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം സൈലന്റ് വാലിയാണ്. അതേസമയം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിക്കുമ്പോൾ അത് ഏതാണ്? അത് വയനാട് വന്യജീവി സങ്കേതമാണ്. ഇപ്പം നീലഗിരി ബയോസ്ഫിയർ റിസർവ് കേരളത്തിലും തമിഴ്നാട്ടിലും പിന്നെ അത് കഴിഞ്ഞിട്ട് കർണാടകയിലുമായിട്ടൊക്കെ വ്യാപിച്ച് കിടക്കുന്ന ഒരു ബയോസ്ഫിയർ റിസർവാണ്. ഇപ്പം നിങ്ങൾ ബന്ദിപ്പൂർ ദേശീയ പാർക്ക് എന്ന് കേൾക്കാറുണ്ട്, നാഗർഹോള ദേശീയ പാർക്ക് എന്ന് കേൾക്കാറുണ്ട്. ആ പറഞ്ഞ ദേശീയ പാർക്കുകളെല്ലാം ഈ പറഞ്ഞ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള പ്രദേശത്തുള്ള ഈ പറഞ്ഞ ദേശീയ പാർക്കുകളാണ്. ഇവിടെ ഇപ്പം ചോദിച്ചത് വന്യജീവി സങ്കേതം. വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതമാണ് അല്ലെ. നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം. അതേസമയം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ മൂന്നെണ്ണത്തിന്റെ പേര് പറയണം. ചെന്തുരുണിയുണ്ട്, പേപ്പാറയുണ്ട്, നെയ്യാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കൊട്ടിയൂർ വന്യജീവി സങ്കേതം. കൊട്ടിയൂർ വന്യജീവി സങ്കേതം ഏത് ജില്ല എന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയാണ്. കൊട്ടിയൂർ വന്യജീവി സങ്കേതം കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ലയിലെ ഈ പറഞ്ഞ തലശ്ശേരി താലൂക്കിലാണ്. കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി താലൂക്കിലുള്ള വന്യജീവി സങ്കേതമാണ് ഏത്?
കൊട്ടിയൂർ വന്യജീവി സങ്കേതം. അതിനും വടക്കായിട്ടുള്ള ഒരു വന്യജീവി സങ്കേതമുണ്ട്. അതാണ് ആറളം വന്യജീവി സങ്കേതം. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം അല്ലെ. ഈ അടുത്ത കാലത്ത് ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏതാണ്? ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ചിത്രശലഭ സങ്കേതമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വന്യജീവി സങ്കേതം ഏത് എന്നുള്ളത് കറണ്ട് അഫയേഴ്സ് ഭാഗത്തുള്ള ചോദ്യമാണ്. അതേതാണ്? ആറളം വന്യജീവി സങ്കേതമാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ആറളം വന്യജീവി സങ്കേതമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം, കേരളത്തിന്റെ രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിന്റെ രണ്ടാം സൈലന്റ് വാലി എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് ശെന്തുരുണിയാണ്. കൊല്ലം ജില്ലയിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? ഒരേ ഒരെണ്ണമേ ഉള്ളൂ, ശെന്തുരുണി അല്ലെ. ശെന്തുരുണി ശാസ്ത്രീയ നാമം ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക അല്ലെ. ആ വൃക്ഷത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂട്ടാ ട്രാവൻകൂറിക്ക. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ എത്ര ടൈഗർ റിസർവ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 2 ടൈഗർ റിസർവേ ഉള്ളൂ. കേരളത്തിൽ 2 ടൈഗർ റിസർവേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ടൈഗർ റിസർവാണ് പെരിയാർ. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ്, വർഷം പ്രധാനമാണ് 1978. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവ് പെരിയാർ ടൈഗർ റിസർവ് 1978. കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് പറമ്പിക്കുളമാണ്, 2010. കേരളത്തിന്റെ രണ്ടാമത്തെ ടൈഗർ റിസർവ് പറമ്പിക്കുളം 2010. അപ്പൊ അത് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിലോട്ട് വരാം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം നിങ്ങൾക്കറിയാം, അത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം, കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ഭൂതത്താൻകെട്ട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് ഈ പറഞ്ഞ തട്ടേക്കാട് പക്ഷി സങ്കേതം. സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം അല്ലെ. സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് എറണാകുളം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം, കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം, എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ടിനടുത്തുള്ള പക്ഷി സങ്കേതം, സലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം അല്ലെ, എറണാകുളം ജില്ല. ഇനി അത് കഴിഞ്ഞിട്ട് എറണാകുളം ജില്ലയുടെ ഈ പറഞ്ഞ ഹൃദയഭാഗത്തുള്ള മറ്റൊരു പക്ഷി സങ്കേതമുണ്ട്, മംഗളവനം. എറണാകുളം ജില്ലയുടെ ഹൃദയഭാഗത്തുള്ള ഒത്ത നടുക്കുള്ള ഈ പറഞ്ഞ ഒരു പക്ഷി സങ്കേതമുണ്ട്. ഏതാണ്? മംഗളവനം. കൊച്ചിയിലാണ് മംഗളവനം. മംഗളവനം എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. കണ്ടൽ വനങ്ങളിലുള്ള ഒരേ ഒരു പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ കണ്ടൽ വനങ്ങളിലുള്ള ഒരേ ഒരു പക്ഷി സങ്കേതമാണ് ഏതെന്ന് പറയും? മംഗളവനം എന്ന് പറയും. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതെന്ന് ചോദിച്ചാലും മംഗളവനമാണ്. കൊച്ചിയുടെ ശ്വാസകോശം അല്ലെ, കൊച്ചിയുടെ ഒത്ത ഈ പറഞ്ഞ മധ്യഭാഗത്ത് വരുന്ന ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം. അതുകൊണ്ട് കൊച്ചിയുടെ ശ്വാസകോശം എന്ന് വിളിക്കാറുണ്ട്. കണ്ടൽ വനങ്ങളിൽ കാണപ്പെടുന്ന ഏക പക്ഷി സങ്കേതമാണ് മംഗളവനം എന്ന് പറയാറുണ്ട്. അതെവിടെയാണ്? എറണാകുളം ജില്ല. ഇനി അത് കഴിഞ്ഞിട്ട് കോട്ടയം ജില്ലയിലെ ഒരു ഈ പക്ഷി സങ്കേതമാണ് ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്ന് കൂടി അറിയപ്പെടുന്നത്. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. ഏതാണ്? കുമരകം പക്ഷി സങ്കേതം. ഏത് ജില്ല? അത് കോട്ടയം ജില്ല. കുമരകം പക്ഷി സങ്കേതം. വേറൊരു പേരിൽ കൂടി പറയും വേമ്പനാട് പക്ഷി സങ്കേതം എന്നും പറയും. കാരണം ഈ പറഞ്ഞ കുമരകം എന്ന് പറയുന്ന സ്ഥലം നമുക്കറിയാം വേമ്പനാട് കായലിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് വേമ്പനാട് പക്ഷി സങ്കേതം എന്നോ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നോ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ഏത്? കുമരകം പക്ഷി സങ്കേതം. പരിചയപ്പെട്ടു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ KK നീലകണ്ഠൻ എന്ന് പറയുന്ന ആളാണ്. ഇദ്ദേഹമാണ് ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ പേരിലാണ് ചൂളന്നൂർ മയിൽ സംരക്ഷണ കേന്ദ്രം ഉള്ളത്. നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ KK നീലകണ്ഠനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ. ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്ന് കേൾക്കുമ്പോഴേ അറിയാം ഒരു മലയാളി എഴുതിയിരിക്കുന്ന പുസ്തകമല്ല. ആരാണ്? സലിം അലി. സലിം അലി മലയാളി അല്ല, അയാൾ ബോംബെക്കാരനാണ്. അപ്പോൾ ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്ന പുസ്തകം രചിച്ചിരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്?
സലിം അലി. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങൾ പക്ഷികളുടെ കാര്യവും പറയുമ്പോൾ ഒന്ന് ഓർത്തു വയ്ക്കണം. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാം. നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷ, നമ്മുടെ ഈ പറഞ്ഞ വിഷയം, അത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പക്ഷികൾ എന്ന് പറയുന്ന പുസ്തകത്തെക്കുറിച്ച് അറിഞ്ഞു വെക്കുക. കെ നീലകണ്ഠൻ. ഇവിടെ സലിം അലിയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം, പുസ്തകങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ പരീക്ഷയ്ക്ക് ഒരു സിലബസ് ഉണ്ട്, ആ സിലബസിനനുസരിച്ച് പോയാൽ മതി. ഇനി ഈ പറഞ്ഞ സലിം അലിയെക്കുറിച്ച് 2 പേജ് പറയേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ബേർഡ്സ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരും ചോദിച്ചാൽ ആരാണ്? സലിം അലിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പക്ഷികളുടെ ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പക്ഷികളുടെ ഗ്രാമം, പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയിലാണ്, നൂറനാട് എന്ന് പറയുന്ന സ്ഥലമാണ് പക്ഷിഗ്രാമം. കേരളത്തിലെ പക്ഷിഗ്രാമം ഏതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. അതേസമയം പക്ഷിപ്പാതാളം എവിടെയെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? വയനാട്ടിലാണ്. വയനാട്ടില് ഈ പറഞ്ഞ കർണാടക ബോർഡറിനടുത്തുള്ള ഒരു സ്ഥലം, അതിന് പൊതുവെ പറയുന്നത് പക്ഷിപ്പാതാളം എന്നാണ്. അതെവിടെയാണ്? വയനാട്ടിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സ്ഥലം, ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കടലുണ്ടി. എവിടെയാണ്? കടലുണ്ടി. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കടലുണ്ടി. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. പക്ഷിഗ്രാമം നൂറനാട്, പക്ഷിപ്പാതാളം വയനാട്ടിലാണ്, ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നത് കടലുണ്ടിയാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരളത്തിൽ എത്ര കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ട്? കേരളത്തിൽ എത്ര കമ്മ്യൂണിറ്റി റിസർവ് ഉണ്ട് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരേ ഒരു കമ്മ്യൂണിറ്റി റിസർവ് ആണ് ഉള്ളത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവാണ് കേരളത്തിലെ കമ്മ്യൂണിറ്റി റിസർവ്. അതാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്. നമ്മുടെ ഈ പറഞ്ഞ വന്യജീവി സംരക്ഷണ നിയമമുണ്ട്. വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതി പ്രകാരമുണ്ടായ പുതിയൊരു ആശയമാണ് കമ്മ്യൂണിറ്റി റിസർവ്. അങ്ങനെ ഈ പറഞ്ഞ 2002 ഈ പറഞ്ഞ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഒരു ഭേദഗതി പ്രകാരം കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുന്ന ആശയം കൂടി ആ നിയമത്തിനകത്ത് ഉൾക്കൊള്ളിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് കമ്മ്യൂണിറ്റി റിസർവുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റി റിസർവ്, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കടലുണ്ടിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് ചോദിച്ചാൽ കടലുണ്ടിയിലാണ്. ഏത് കൊല്ലമാണ് അത് വന്നത്? 2007 കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയിലല്ല, 2 ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായിട്ടാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് എന്ത് ചെയ്തിരിക്കുന്നത്? വ്യാപിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ്? അല്ലെ, കേരളത്തിൽ ഒരേ ഒരു കമ്മ്യൂണിറ്റി റിസർവേ ഉള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ളത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ നാഗാലാൻഡിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകൾ ഉള്ളത് ഏത് സംസ്ഥാനത്ത്? നാഗാലാൻഡ്. ശ്രദ്ധിച്ചു വെക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ് എന്ന് ചോദിച്ചാൽ ഡാംബുക് അലോങ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവ്. ഇതെവിടെയെന്ന് ചോദിച്ചാൽ മേഘാലയയിലാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം നാഗാലാൻഡാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി റിസർവാണ് ഡാംബുക് അലോങ് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് മേഘാലയയിലാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു കമ്മ്യൂണിറ്റി റിസർവാണ് കൊക്കരേബെല്ലൂർ കമ്മ്യൂണിറ്റി റിസർവ് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചേക്കാം. കൊക്കരേബെല്ലൂർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി റിസർവ് കർണാടകയിലാണ്. കൊക്കരേബെല്ലൂർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി റിസർവ് ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. ദേശാടന പക്ഷികളുടെ വരവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി റിസർവാണ് കൊക്കരേബെല്ലൂർ. അവിടുത്തെ നാട്ടുകാർക്കൊക്കെ ഈ പറഞ്ഞ ദേശാടന പക്ഷികളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനൊക്കെ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയൊക്കെ ഉള്ള ഈ പറഞ്ഞൊരു കമ്മ്യൂണിറ്റി റിസർവാണ് കൊക്കരേബെല്ലൂർ. അതുകൊണ്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി റിസർവാണ്. അപ്പോൾ കൊക്കരേബെല്ലൂർ കമ്മ്യൂണിറ്റി റിസർവ് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് കർണാടകയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു ബയോസ്ഫിയർ റിസർവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംരക്ഷിത പ്രദേശമാണ്. വളരെ വിശാലമായിട്ടുള്ള
സംരക്ഷിത പ്രദേശമാണ്. ഒരു ബയോസ്ഫിയർ റിസർവിനകത്ത് തന്നെ ഒരുപാട് ദേശീയ പാർക്കുകളും ഒരുപാട് വന്യജീവി സങ്കേതങ്ങളും ഒക്കെ ഉൾപ്പെട്ടേക്കാം. അത്രയും വിശാലമായിട്ടുള്ള പ്രദേശത്തെയാണ് എന്തെന്ന് പറയുന്നത് ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുന്നത്. അത് സംരക്ഷിത പ്രദേശമാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് കീഴിൽ ബയോസ്ഫിയർ റിസർവ് ഉണ്ട്, അതായത് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന ബയോസ്ഫിയർ റിസർവ് ഉണ്ട്, യുനെസ്കോ അംഗീകരിച്ചിരിക്കുന്ന ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ സർക്കാർ ഉടമസ്ഥതയിൽ തന്നെ ആകണമെന്നില്ല, അല്ലാതെ ഈ പറഞ്ഞ സ്വകാര്യ ഉടമസ്ഥതയിലും ബയോസ്ഫിയർ റിസർവുകളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ബയോസ്ഫിയർ റിസർവ് അല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കേരളവുമായി ബന്ധമുള്ള 2 ബയോസ്ഫിയർ റിസർവ് ആണുള്ളത്. ഒന്ന് നീലഗിരി ബയോസ്ഫിയർ റിസർവ്, അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. അതിൽ നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് എന്ന് പറയുമ്പോൾ അത് 1986 നീലഗിരിയെ ബയോസ്ഫിയർ റിസർവായിട്ട് പ്രഖ്യാപിക്കുന്നത് 1986 കേരളവുമായി ബന്ധമുള്ള മറ്റൊരു ബയോസ്ഫിയർ റിസർവാണ് അഗസ്ത്യമല. അതുകൊണ്ട് ആ വർഷവും കൂടി ഓർത്ത് വയ്ക്കുക. 2001 അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ നീലഗിരി ബയോസ്ഫിയർ റിസർവാണ്. ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 18 ബയോസ്ഫിയർ റിസർവ് ആണുള്ളത്. ഇന്ത്യയിൽ ആകെ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട് എന്ന് ചോദിച്ചാൽ 18 ബയോസ്ഫിയർ റിസർവ് ഉണ്ട്. അവിടെ തന്നെ എടുത്തു ചോദിക്കും യുനെസ്കോ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവുകൾ എത്രയാണ്, യുനെസ്കോ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവുകൾ എത്രയാണ് ഇന്ത്യയിലുള്ളത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 13 എന്നാണ്. യുനെസ്കോ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവുകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 13. നേരത്തെ അത് 12 ആയിരുന്നു. ഈ പറഞ്ഞ ഒരു മാസത്തിന് 1-1.5 മാസത്തിന് മുമ്പാണ് ഒരു ബയോസ്ഫിയർ കൂടി വന്നത്. അപ്പോൾ നമ്മുടെ പുസ്തകത്തിനകത്ത് അത് 12 എന്നാണ് കൊടുത്തേക്കുന്നത്, 13 എന്ന് തിരുത്തിക്കോണം. അപ്പോൾ യുനെസ്കോ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവുകൾ ഇപ്പോൾ എത്രണ്ണമുണ്ട് എന്ന് ചോദിച്ചാൽ അത് 13 ബയോസ്ഫിയർ റിസർവാണ്. ബയോസ്ഫിയറുമായി ബന്ധപ്പെട്ട് യുനെസ്കോയ്ക്ക് ഒരു പദ്ധതിയുണ്ട്, അതാണ് യുനെസ്കോ മാബ് പ്രോഗ്രാം, മാൻ ആൻഡ് ബയോസ്ഫിയർ. യുനെസ്കോ മാൻ ആൻഡ് ബയോസ്ഫിയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഓരോ രാജ്യത്തും യുനെസ്കോ ഈ പറഞ്ഞ അംഗീകരിക്കുന്ന ബയോസ്ഫിയർ റിസർവുകളുണ്ട്. ഇപ്പം നീലഗിരി എന്നൊക്കെ പറയുന്നത് യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ബയോസ്ഫിയർ റിസർവാണ്. അങ്ങനെ ഇന്ത്യയിൽ യുനെസ്കോ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവുകൾ നിലവിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ 13. ഇന്ത്യയിൽ ആകെ എത്ര ബയോസ്ഫിയർ റിസർവ് ഉണ്ട് എന്ന് ചോദിച്ചാൽ എത്ര ബയോസ്ഫിയർ റിസർവാണ്? 18 ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട്. അവിടെ ഒരു കറണ്ട് അഫയേഴ്സ് ഭാഗത്തൊരു ചോദ്യം വരും. 2025 യുനെസ്കോ ബയോസ്ഫിയർ റിസർവായിട്ട് അംഗീകരിച്ചത്, ഏറ്റവും ഒടുവിൽ ബയോസ്ഫിയർ റിസർവായിട്ട് അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവ് ഏത് എന്ന് ചോദിച്ചാൽ കോൾഡ് ഡെസർട്ട്. ഏതാണ്? കോൾഡ് ഡെസർട്ട്. ഇവിടെ സ്പെല്ലിംഗ് തെറ്റാണ്, കോഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. കോൾഡ് തണുത്ത, COLD, കോൾഡ് ഡെസർട്ട്, ഡെസർട്ട് മരുഭൂമി. കോൾഡ് ഡെസർട്ട് എന്ന് പറയുന്ന ബയോസ്ഫിയർ റിസർവിനെയാണ് ഇന്ത്യയുടെ 13ാമത്തെ ബയോസ്ഫിയർ റിസർവായിട്ട് യുനെസ്കോ അംഗീകരിച്ചത്. അതെവിടെയാണ് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കും. അതെവിടെയാണ് എന്ന് ചോദിച്ചാൽ കോൾഡ് ഡെസർട്ട് വരുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അപ്പോൾ 2025 ഈ പറഞ്ഞ 13ാമത്തെ ബയോസ്ഫിയർ റിസർവായിട്ട് യുനെസ്കോ ഇന്ത്യയിൽ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ കോൾഡ് ഡെസർട്ട് ആണ് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിൽ എത്ര ബയോസ്ഫിയർ റിസർവുകൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ 18 ബയോസ്ഫിയർ റിസർവ്. യുനെസ്കോ അംഗീകരിച്ച ബയോസ്ഫിയർ റിസർവ് എത്രയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ പറഞ്ഞ കോൾഡ് ഡെസർട്ട് കൂടെ കൂട്ടിയിട്ട് എത്ര? 13 ബയോസ്ഫിയർ റിസർവ്. അപ്പൊ അത് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ റാൻ ഓഫ് കച്ച് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് റാൻ ഓഫ് കച്ച്. നമുക്കറിയാം അത് ഗുജറാത്തിലാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി, 986. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവാണ് റാൻ ഓഫ് കച്ച്, ഗുജറാത്ത്. അതേസമയം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ് ഏതെന്ന് ചോദിച്ചാൽ ദിബ്രു-സൈഖോവ. ദിബ്രു-സൈഖോവ എന്ന് പറയുന്ന ബയോസ്ഫിയർ റിസർവാണ്. ആസാമിലുള്ള ദിബ്രു-സൈഖോവ എന്ന് പറയുന്ന ബയോസ്ഫിയർ റിസർവാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ബയോസ്ഫിയർ റിസർവ്, ദിബ്രു-സൈഖോവ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പ്രോജക്റ്റ് എലിഫന്റ്. പ്രോജക്റ്റ് എലിഫന്റ് നമുക്കറിയാം. പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി രാജ്യത്ത് നിലവിൽ വരുന്നത് 1992
അല്ലെ? ആനകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രോജക്റ്റ് എലിഫന്റ്. കേരളത്തിൽ എത്ര എലിഫന്റ് റിസർവുകൾ ഉണ്ട് എന്ന് ചോദ്യം. കേരളത്തിൽ എത്ര എലിഫന്റ് റിസർവുകളാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 4 എലിഫന്റ് റിസർവുകളാണ്. പ്രോജക്റ്റ് എലിഫന്റിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ എത്ര എലിഫന്റ് റിസർവുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 4 എലിഫന്റ് റിസർവുകളാണ്. ഏതൊക്കെയാണ് ആ 4 എലിഫന്റ് റിസർവുകൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് വയനാട് എലിഫന്റ് റിസർവ്, വയനാട്. വേറൊന്ന് ആനമുടി, വേറൊന്ന് പെരിയാർ, വേറൊന്ന് നിലമ്പൂർ എന്നിങ്ങനെ 4 സ്ഥലത്തായിട്ട് 4 എലിഫന്റ് റിസർവുകളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ എലിഫന്റ് റിസർവ് പ്രോജക്റ്റ് എലിഫന്റ് പദ്ധതി വരുന്നത് 1992-ലാണ്. കേരളത്തിൽ എത്ര എലിഫന്റ് റിസർവുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 4 എലിഫന്റ് റിസർവുകളാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്, ആ ഭാഗത്ത് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് കോടനാട്. കോടനാട് ആന പരിശീലന കേന്ദ്രം, അല്ലെ? കോടനാട് ആന പരിശീലന കേന്ദ്രം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ ഏത് ജില്ലയിലാണ്? നിങ്ങൾക്കറിയാം, എറണാകുളം ജില്ലയിലാണ്, അല്ലെ? കോന്നി ആനക്കൂട്, കോന്നി ആന പരിശീലന കേന്ദ്രം എവിടെയാണ്? അത് ഈ പറഞ്ഞ പത്തനംതിട്ടയിലാണ്, അല്ലെ? കോന്നി ആനക്കൂട്, അങ്ങനെയാണ് അത് പറയാ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊരു പരിശീലന കേന്ദ്രവും പുനരധിവാസ കേന്ദ്രവും ഒക്കെയാണ്. ഏത്? ഈ പറഞ്ഞ കോന്നി. അപ്പോൾ കോടനാട് എന്ന് പറയുന്നത് ആന പരിശീലന കേന്ദ്രമാണ്. അതെവിടെയാണ്? അത് നമുക്കറിയാം, എറണാകുളം ജില്ല. കോന്നി ആനക്കൂട് അല്ലെങ്കിൽ ആന പരിശീലന കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ട ജില്ലയിലാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ആനകളുടെ പുനരധിവാസ കേന്ദ്രം കൂടിയാണ്. ഏതെങ്കിലും രീതിയിൽ അപകടമൊക്കെ പറ്റി ആനകളെ പുനരധിവസിപ്പിക്കുന്ന ഈ പറഞ്ഞ കേന്ദ്രങ്ങൾ കൂടിയാണ്. പക്ഷേ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം, കോട്ടൂർ. ഏതാണ് സ്ഥലം? ഏതാണ്? കോട്ടൂർ, അല്ലെങ്കിൽ കാപ്പുകാട് എന്ന് പറയും. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം അല്ലെങ്കിൽ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം, കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രം, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്നുകിൽ കോട്ടൂർ എന്ന് തന്നേക്കും, അല്ലെങ്കിൽ കാപ്പുകാട് എന്ന് തന്നിരിക്കും. രണ്ടും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ പൊതുവിൽ കോട്ടൂർ എന്ന് പറയും, അല്ലെങ്കിൽ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രം. ഇത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിക്കും. ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. ഈ ആന പുനരധിവാസ കേന്ദ്രത്തിന് വളരെ 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 വലിയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ആനകളെ അവയുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ പുനരധിവസിപ്പിക്കുന്ന ആദ്യത്തെ എന്താണ്? ആന പുനരധിവാസ കേന്ദ്രമാണ് ഏത്? കോട്ടൂർ, അല്ലെ? അപ്പോൾ ആനകളെ അവയുടെ സ്വാഭാവികമായിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ തന്നെ എന്താണ് പുനരധിവസിപ്പിക്കുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ആന പുനരധിവാസ കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? കോട്ടൂരാണ്, അല്ലെങ്കിൽ കാപ്പുകാടാണ് ആന പുനരധിവാസ കേന്ദ്രം, തിരുവനന്തപുരം ജില്ല. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ച് വയ്ക്കണം. അപ്പോൾ നമ്മൾ കേരളവുമായി ബന്ധപ്പെട്ട ദേശീയ പാർക്കുകൾ, വന്യജീവി സങ്കേതങ്ങൾ, എലിഫന്റ് റിസർവ്, ടൈഗർ റിസർവ്, പക്ഷി സങ്കേതങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കാനാണ് ശ്രമിച്ചത്. നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ മാത്രമേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഒരുപാട് നീട്ടിക്കൊണ്ടു പോയിട്ടില്ല. ഇത്രയും കാര്യം റിവിഷൻ പോലെ പെട്ടെന്നൊന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് നോട്ട് വായിക്കുക, അല്ലെങ്കിൽ പുസ്തകം വായിക്കുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള പുസ്തകം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അടുത്ത ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം. അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമൊക്കെയാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഊർജം തരുന്നത്. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.